എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിയ കൃഷ്ണയുടെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കുറച്ചാളുകൾ അത് നല്ലതാന്ന് പറഞ്ഞു, കുറച്ചാളുകൾ അത് ചീത്തയാന്ന് പറയുന്നു. അത് ചീത്തയാന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു 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 ആശയത്തെയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിയ കൃഷ്ണയുടെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ താല്പര്യമുള്ളവർ കയറുവായോ, അല്ലാത്തവർ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ദിയ കൃഷ്ണയുടെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ തംബ്നെയിൽ ഞാൻ നെഗറ്റീവായിട്ടാണ് കൊടുത്തിരുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു തംബ്നെയിലാണ് കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു തംബ്നെയിൽ കൊടുക്കാനുണ്ടായ കാരണം, എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവരല്ല. നെഗറ്റീവ് മാത്രം കണ്ടാൽ ക്ലിക്ക് ചെയ്യുന്ന കുറേ അവന്മാരുണ്ട്. അവരെ കൂടി ഈ വീഡിയോ ഒന്ന് കാണിക്കുക, നമ്മുടെ ആശയം മനസ്സിലാക്കിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് നെഗറ്റീവ് ഇടുന്നത്. അപ്പോൾ തംബ്നെയിൽ മാത്രം കണ്ടിട്ട് കമൻറ്റ് ചെയ്യരുത്. കുറഞ്ഞ പക്ഷം ഒന്ന് കേട്ട് നോക്കിയിട്ട് ഞാൻ പറയുന്ന ആശയം എന്താണെന്ന് നോക്കിയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടു, ഒരു പ്രശ്നമില്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾ തംബ്നെയിൽ, അല്ലെങ്കിൽ നിങ്ങൾ തംബ്നെയിൽ കൊള്ളില്ല എന്ന് പറഞ്ഞു. ആ തംബ്നെയിൽ കണ്ടിട്ട് മുഴുവൻ ആശയം അതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമുക്ക് ദിയ കൃഷ്ണയ്ക്ക് എതിരെ സംസാരിച്ച ഒരാൾ പറയുന്ന കേൾക്കാം. എനിക്ക് ഈ വീഡിയോ തന്നത് ഗോപ്രോ മച്ചാണ് കേട്ടോ. അപ്പോൾ പുള്ളിയോട് പ്രത്യേകമായി നന്ദി ഈ സാഹിത്യം അറിയിച്ചുകൊണ്ട് നമുക്ക് ഏതായാലും വീഡിയോ കണ്ടുപോകാം. വായ ഗുഹ്യമാണ്, ആസനദ്വാരം ഗുഹ്യമാണ്. ഗുഹ്യമോ? പുള്ളിക്കാരി പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹോളുകൾ, ദ്വാരങ്ങളെല്ലാം ഗുഹ്യഭാഗങ്ങളാണ്. അപ്പൊ ഈ ഗുഹ്യഭാഗങ്ങളെല്ലാം ഭാഗങ്ങളെല്ലാം നമ്മൾ മറച്ചു വെക്കണം. ഗുഹ്യഭാഗങ്ങൾ അറിയാത്തവര് കേട്ടോ. യോനി തടം ഗുഹ്യമാണ്, ആണ് ഗുഹ്യഭാഗം എന്ന് പറയുന്നത്. പുള്ളി ആരെങ്ങാണ്ടോടോ സംസാരിക്കുന്നത് പോലെ അത് ഗുഹ്യമാണ്, ഇത് ഗുഹ്യമാണ്. അവിടെങ്ങ് പുള്ളിയുടെ കണ്ണാടിക്കകത്ത് നോക്കിയിട്ട് അവിടെങ്ങ് ഒരു മനുഷ്യനെയും കാണുന്നില്ല. പുള്ളിക്കാരൊരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ നമുക്കത് ഇത് അവതരിപ്പിച്ചു തരും കേട്ടോ. അതൊക്കെ ദൈവം തന്നെ അത്തരം കാര്യങ്ങളെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ വസ്ത്രം വിട്ടില്ലെങ്കിൽ പോലും ഗുഹ്യഭാഗത്ത് നിറയെ രോമം വളരും. ആയതുകൊണ്ട് അതിനെ നമുക്ക് പ്രകടമായിട്ട് പ്രതി കാണാൻ പറ്റില്ല. വിവസ്ത്രരായിട്ടുള്ള ദിഗംബരന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയാം, അവരിപ്പോൾ ജയിലിലിടുന്നു. പക്ഷേ ദിഗംബരന്മാരാണെങ്കിലും അവരുടെ ആ ഭാഗം നിറച്ച് രോമമായിരിക്കും, കറുത്തൊരു ഷെഡിയിട്ട പോലെ. ദൈവം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ആസനദ്വാരം ഒരു ദ്വാരമാണ്, പക്ഷെ നമ്മള് കക്കൂസിലിരിക്കുമ്പോൾ അത് വിടരും. പുള്ളി പറഞ്ഞ ആശയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ്. നമ്മുടെ ശരീരത്തിൽ ദ്വാരങ്ങളുള്ളതെല്ലാം ഗുഹ്യഭാഗങ്ങളാണ്. ഈ ഗുഹ്യഭാഗങ്ങളെല്ലാം നമ്മൾ ഒളിപ്പിച്ചു വെക്കണം. അപ്പൊ ചില ആൾക്കാർ വിവസ്ത്രരായി നടക്കുന്നത് നമുക്ക് കാണാം. വിവസ്ത്രരായി നടക്കുമ്പോഴത്തേനും അവരുടെ അവിടെ നിരവധിയായുള്ള രോമങ്ങൾ ഉണ്ടാകും. ഒരു ഷെഡ് ഇട്ടതുപോലെ അത് മറഞ്ഞു നിൽക്കും. മനസ്സിലായോ? അതായത് നമുക്ക് മീശയും താടിയും വളരുന്നത് ഇത് ഗുഹ്യമാണ്. സ്ത്രീകളുടെ ഇത് ഗുഹ്യമല്ല, പുരുഷന്മാരുടെ വായ ഗുഹ്യമാണ്. മൂക്കിനകത്ത് രോമം വളർന്ന് മൂക്ക് ഗുഹ്യമാണ്, അതുകൊണ്ട് മൂക്കിനകത്ത് രോമം വളരും. ഇതെല്ലാം നമ്മൾ മറച്ചു വെക്കണം. നമ്മൾ ആരുടെയും സംസാരിക്കുമ്പോൾ എൻ്റെ ആശാന് സുഖമാണോ ഇങ്ങനെയാണ് സംസാരിക്കുക, ഇതെല്ലാം ഗുഹ്യമാണ്. നമ്മുടെ ആസനദ്വാരം ഗുഹ്യമാണ്. നമ്മൾ ഇരിക്കുമ്പോഴത്തേനും പുള്ളി പറഞ്ഞ ഒരു പ്രക്രിയ നടക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ദ്വാരങ്ങളുണ്ടോ അതെല്ലാം ഗുഹ്യമാണ്, അതെല്ലാം നമ്മൾ മറച്ചു വെക്കണം. അപ്പൊ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ മൂക്കിന്റെ ഗുഹ്യം നമുക്ക് കാണാം, മൂക്കിൽ 2 പഞ്ഞി കുത്തിക്കയറ്റി വെക്കുക. വായുടെ ഗുഹ്യം നമുക്ക് കാണാം, വായിൽ നമ്മളൊരു പഴം കയറ്റി വെക്കുക. പിന്നെ അവിടെ ഗുഹ്യമുള്ളത്, പിന്നെ ഗുഹ്യമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞ മറ്റേ ദ്വാരത്തിലാണ്. ആ ദ്വാരത്തിൽ എന്തോ ആപ്പ് അടിച്ച് കയറ്റുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ സ്വന്തമായിട്ട് കുറെ ആപ്പൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്. നമുക്ക് പുള്ളിയുടെ ഗുഹ്യ പ്രഭാഷണം ബാക്കി കേൾക്കാം. പരസ്യപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ പരസ്യപ്പേറ് നടന്നിരിക്കുകയാണ്. പരസ്യപ്പേറ്. പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് ലോകനെ കാണിച്ചിരിക്കുകയാണ്. തുടക്കത്തിലെ പറയാം, ഇത് ശരിയാണോ എനിക്കറിയില്ല, ഇത് തെറ്റാണോ എനിക്കറിയില്ല, ഇത് സമൂഹത്തിലെ ചുറ്റുവട്ടങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണോ എനിക്കറിയില്ല. ഉല്ലംഘിച്ചോണ്ടോ? ഒരുമാതിരി ഉല്ലംഘിച്ച സംസാരം ഇവിടെ സംസാരിക്കില്ല കേട്ടോ. ഇത് ആ പെൺകുട്ടിയുടെ പ്രസവ വേദനയാണ് നിങ്ങളിലേക്ക് കാണിച്ചത്. അല്ലാതെ കുഞ്ഞ് അതിനകത്തുനിന്ന് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നതല്ല കാണിച്ചത്. ഈ പുള്ളിക്കാരൻ ഇരുന്നത് മൊത്തം കണ്ട് എന്നിട്ട് അതിനെ വിമർശിക്കുന്നു. അതാണ് സംഭവം. വെച്ചൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, വെച്ചൊരു സാധനം. ബാക്കി കേൾക്കാം പുള്ളിയുടെ.
മുൻകൂർ ജാമ്യം. എന്നെ തെറി പറയേണ്ടതാണ് അർത്ഥം. കാരണം 50 ലക്ഷം ആരാധകര് അത് കണ്ടിട്ടുള്ളത്. അവരെ കൂടി തെറി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കാലത്ത് പോലെ വൈകുന്നേരം വരെ ഇത് മറ്റേ കുത്തി ഡിലീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഈ ദിയ കൃഷ്ണയുടെ ഡെലിവറി നടന്നെന്നും കുടുംബം ഒന്നാകെ നിന്നത് കണ്ടുവെന്നും 50 ലക്ഷം ആൾക്കാരത് കണ്ടുവെന്നും വ്യക്തമായിട്ടുള്ള കണക്ക് ബഹുമാന്യനായ സ്വാമിജി എങ്ങനെ അറിഞ്ഞു? 50 ലക്ഷത്തിൽ ഒരാൾ സ്വാമിജിയാണ്. സ്വാമിജി പല പ്രതീക്ഷകളിലോട്ടും കണ്ടു, പക്ഷെ നിരാശ സംഭവിച്ച് അങ്ങ് വിമർശിക്കുന്നു. ഈ സ്വാമിജി നേരത്തെയും ദിയാകൃഷ്ണക്കെതിരെയുള്ള വീഡിയോയിൽ വിമർശിച്ചു. ഇങ്ങനെയൊക്കെ സ്വാമി എന്ന് വിളിക്കാവോന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ ഒത്തിരി ഡിവൈൻ ആയിട്ടുള്ള ആളുകളെയാണ്. ഇദ്ദേഹം നമുക്ക് ബഹുമാനം കൊടുത്ത് തന്നെ പറയാം, ഇദ്ദേഹം ഇതിനു മുമ്പേ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം സമൂഹത്തിൽ എന്തെങ്കിലും നടക്കുന്നു, വളരെ വൈറലായ ഒരു വിഷയം നടക്കുന്നു, വന്നിരുന്ന് കുറെ അവരാധം അങ്ങോട്ട് പറയും. ഒരുമാതിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിലും വലിയ അവരാധം ഈ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളല്ല കേട്ടോ, വേറെ അവരാധം ചെയ്യുന്നവര്. ബാക്കിയേക്കാം, നമുക്ക് പുള്ളിക്കാരന്റെ ബാക്കി സംഭാഷണം കേൾക്കാം. ഒരു മുസ്ലിം ഫാമിലിയിൽ, കേരളത്തിൽ എടുത്താൽ മതി, ഒരു മുസ്ലിം ഫാമിലി, ലോകത്തിലെല്ലായിടത്തും എടുക്കണം, ഒരു മുസ്ലിം ഫാമിലിയിൽ ലോകത്തിലെല്ലാത്തും എടുത്തോളൂ. ലോകത്തെല്ലായിടത്തും എടുക്കണോ, ലോകത്തെല്ലായിടത്തും എടുക്കണ്ടായോ? എന്തെങ്കിലും ഒന്ന് പറ. ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരണ്ടേ അദ്ദേഹമേ? ഒരു മുസ്ലിം ഫാമിലിയിൽ ഒരു പെണ്ണ് പെറുന്നത് അവിടെയുള്ള ചെറുപ്പക്കാരും അവിടെയുള്ള ആൾക്കാരും മുഴുവൻ ക്യാമറാമാൻ, ലൈറ്റ് നമ്പ്യാർ, പിന്നെ വീഡിയോ എഡിറ്റിംഗ് പണിക്കർ, എന്തോന്നൊക്കെയാ പണിയുന്നേ. അയാളുടെ ക്രൂസ് ലൈറ്റപ്പ് നടത്തുന്ന ആളുകള്, ഷാട്ടും കട്ടും പറയുന്ന ആളുകള്, നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിക്കുമോ? ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിച്ചാൽ എന്താണ്? മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളുകളെല്ലാം ഇവിടെ നല്ല രീതിയിലാണോ ജീവിക്കുന്നത്? മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളുകളെല്ലാം, മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ ആ ആശയത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരല്ല ഞാൻ പറഞ്ഞത്. ആ സമുദായത്തിൽ ജനിച്ചിട്ട് തോന്നിയാസം കാണിക്കുന്നവരുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചിട്ട്, ജന്മനാ അതിൽ ജനിച്ചിട്ട് തോന്നിയാസം കാണിക്കുന്നവരുണ്ട്. ഹിന്ദുസിലും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ദിയ ഈ കാണിച്ച, അല്ലെങ്കിൽ ദിയയുടെ ഈ ഡെലിവറി പുറത്തേക്ക് വിട്ടപ്പോൾ 50 ലക്ഷത്തോളം ആളുകൾ ഇത് കണ്ടതിന്റെ പിന്നിലെ പ്രധാന ആശയം, കണ്ട ആളുകളിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഒരു അമ്മയുടെ ആ സമയത്തെ പെയിൻ എന്താണെന്നാണ് മനസ്സിലായത്. ചില ആളുകൾക്ക് മാത്രം ഗുഹ്യ സാധനത്തൂടെ അതാ തോന്നിയത്. അതിനിപ്പോ അതിപ്പോ മഞ്ഞപ്പിത്തം പിടിച്ചൊരുത്തിന് എന്ത് നോക്കിയാലും മഞ്ഞയായിട്ട് തോന്നത്തുള്ളൂ. അതിനിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചികിത്സിച്ച് നിങ്ങളുടെ മഞ്ഞപ്പിത്തം മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞയുടെ മണ്ടയ്ക്ക് ഒരു കറുപ്പെടുത്ത് വെച്ച് മൂടുക. അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ്. ബാക്കി പറ സ്വാമി, അല്ല അദ്ദേഹം. ഈ പരസ്യപ്പേറിന് 50 ലക്ഷം വ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 50 ലക്ഷം വ്യൂസ് ആണ് ശരിക്കും ഇദ്ദേഹത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ഈ വീഡിയോയിൽ 4 or 5 തവണ ഈ 50 ലക്ഷം വ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുണ്ടാക്കിയ ഫോളോവേഴ്സിൽ, അവരുണ്ടാക്കിയ ഫാൻ ബേസിൽ, അവരുടെ വീഡിയോ മികവിൽ, അവരുടെ എഡിറ്റിങ്ങിൽ അവരൊരു വീഡിയോ പുറപ്പെടുവിച്ചു. അത് 50 ലക്ഷത്തോളം ആളുകൾക്ക് താല്പര്യമുണ്ടായി. അത് കണ്ടിട്ട് നമ്മളെപ്പോലെ ഒരെണ്ണം എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു 2000, 3000, 4000 വ്യൂസ് ഉണ്ടാക്കി. നിങ്ങളെപ്പോലുള്ളവരെന്ന് പറഞ്ഞിട്ട് കുറെ വ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അവർ 50 ലക്ഷം വ്യൂസ് ഉണ്ടാക്കിയത് അവരുടെ കഴിവാണ്, അല്ലെങ്കിൽ അവരുടെ ടാലന്റ് ആണത്. നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റാത്തത് നമ്മുടെ കഴിവില്ലായ്മയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അത് കണ്ടിട്ട് നമ്മൾ അതിനെ കുറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. 50 ലക്ഷം ഉണ്ടാക്കുക അദ്ദേഹമേ. നമ്മുടെ നാട്ടിൽ കുറെ സ്വാമിമാരുണ്ട്. അത്തരത്തിൽ ആ സ്വാമിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഏ സ്വാമി? ആ സ്വാമി അല്ല, ആ സ്വാമി പറ. 24 മണിക്കൂറുണ്ട്, 24 മണിക്കൂർ ആയിട്ടില്ല. അത് അന്തസ്സിന്റെ മാനദണ്ഡമാണോ എന്നൊരു ചോദ്യമുണ്ട്. അന്തസ്സിന്റെ മാനദണ്ഡമല്ല. ഈ 50 ലക്ഷത്തിൽ ഒന്ന് ആ സ്വാമിയാണ്. ആ സ്വാമി 50 ലക്ഷത്തിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, അല്ലെ ഒരു വ്യൂവർഷിപ്പ് കൊടുത്തിട്ടുള്ളൂ എന്ന് നമുക്കറിയത്തില്ല. പുള്ളി എന്തായാലും കണ്ടിട്ടുണ്ട്. കാണാത്ര കൃത്യമായിട്ട് പുള്ളിക്കാർ വിമർശിക്കത്തില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അതിനോട് യോജിക്കാം, അതിനോട് എതിർക്കാം, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ എതിർക്കുമ്പോഴും യോജിക്കുമ്പോഴും നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം വേണം. ഈ ആ സ്വാമിയുടെ വസ്ത്രമൊക്കെ ഇട്ട് വന്നിട്ട് ഒരുമാതിരി മറ്റേ സ്വാമിയുടെ സംസാരിക്കരുത്. ആ ഡിവൈനായിട്ട് കുറെ ആളുകൾ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരുണ്ട്, അവരുടെയും കൂടെ നശിപ്പിക്കല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആ സ്വാമിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. നിങ്ങളുടെ നിഗമനങ്ങൾ നിങ്ങളൊന്ന് കമന്റായിട്ട് പറഞ്ഞേരെ. എന്റെ നിഗമനം എനിക്കെന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇട്ട വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാത്തോണ്ടാണ് ഒരുപാട് പേർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നിയത്. കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കാണുന്നില്ലെങ്കിൽ കാണണ്ട. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ കാണാവൂ. അല്ലാതെ കഷ്ടപ്പെട്ട് കണ്ട് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ?
ഞാൻ കുറ്റം പറയുമ്പോൾ കുറെ ആൾക്കാർ കമന്റ് ഇട്ടുള്ള എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ, ഒരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ പൈസ വളരെ മുഖ്യം ബിഗിലേ. ഇതായാലും ദിയാകൃഷ്ണ പ്രസവം മൂലം ലക്ഷങ്ങൾ ഉണ്ടാക്കി, ദിയാകൃഷ്ണയെ ചുറ്റിപ്പറ്റി കുറെ റിയാക്ഷൻ വീഡിയോസ് കുറെ പൈസ ഉണ്ടാക്കി, ദിയാകൃഷ്ണയെ ചുറ്റിപ്പറ്റി മറ്റൊരാള് ഉണ്ടാക്കാൻ നോക്കുന്നു. പക്ഷെ അതിന്റെ പ്രധാന കാരണം ഗുഹ്യദ്വാരത്തിൽ കൂടെ വരുന്ന അസൂയ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുന്ന വീഡിയോ കാണുന്നവരേണ്ട.